ഇന്ന് നാം പരിചയപ്പെടുന്നത് ആരോഗ്യരംഗത്ത് ഇപ്പോഴും ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന CR രാധാകൃഷ്ണൻ ചേട്ടനാണ്. ഒരുപക്ഷെ ആരോഗ്യരംഗത്തിൻ്റെ വൈവിധ്യങ്ങളായ വിഷയങ്ങളിൽ പഠനങ്ങൾ നടത്തുന്ന ഒരാളെന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒട്ടേറെ ആരോഗ്യ രംഗത്ത് നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങളെ പറ്റിയും ഒരു അന്വേഷണമായിരിക്കും ഈ വീഡിയോ. അദ്ദേഹം ഒരു യോഗ ഇൻസ്ട്രക്ടർ ട്രെയിനിങ് കഴിഞ്ഞ ഒരാളാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗഹനമായ വിഷയങ്ങളെ പറ്റി പഠനങ്ങൾ നടത്തി അതിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. ശാരീരികമായ ആരോഗ്യം, അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത്, അതുപോലെ സോഷ്യൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്. ഇതിൽ സ്പിരിച്വൽ ഹെൽത്തും കഴിഞ്ഞു വരുമ്പോഴാണ് ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ഹോളിസ്റ്റിക് ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്തകളും അതിൻ്റെ അന്വേഷണങ്ങളുമാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ ഹെൽത്ത്, അതുപോലെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു അവസ്ഥ ശരിക്കും അയാൾക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മളതിന് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് അയാൾക്ക് ഉണ്ടെന്ന് പറയും. അപ്പം അതിൽ തന്നെ നമ്മൾ യോഗയിൽ പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവാത്മാ പരമാത്മാ യിലുള്ള അവർ തമ്മിലുള്ള ബന്ധം, അതായത് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പരമോന്നത ശക്തി ആയിട്ട് ഓരോ വ്യക്തി എന്ന് പറയുന്നത് ജീവാത്മ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ജീവൻ ശരീരത്തിൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും അതിന് പരമാത്മാവായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കും. അതിൻ്റെ ബന്ധത്തിലുള്ള കണക്ഷൻസ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ആരോഗ്യത്തിൻ്റെതായ വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഊർജ്ജപ്രവാഹം ശരിക്കും പരമാത്മാവിൽ നിന്ന്, എല്ലാ ആരോഗ്യശാസ്ത്രങ്ങളും പറയുന്നത് എന്താ വെച്ചാൽ പരമാത്മാവിൽ നിന്ന് ഊർജ്ജപ്രവാഹം നമുക്ക് കിട്ടുമ്പോഴാണ് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും അതിൻ്റെ പൂർണ്ണ ശക്തിയോട് പ്രവർത്തിക്കുക. അതിൻ്റെ പ്രവാഹം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ രോഗങ്ങൾ വരുന്നു എന്നാണ്. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ പുതിയ പല രീതിയിലുള്ള ആരോഗ്യശാസ്ത്രങ്ങൾ, ആധുനിക ഇതുകളൊക്കെ വന്നതിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നത് പൊതുവെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇതെന്താ വെച്ചാൽ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക. അപ്പോൾ അതിൽ നമ്മളൊരു എൻജിൻ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ എൻജിൻ അല്ലെങ്കിൽ 2 വീലറിൻ്റെ എൻജിനൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ട് മാത്രം എടുത്ത് റീപ്ലേസ് ചെയ്ത് അത് നമുക്ക് വീണ്ടും ഉപയോഗപ്പെടുത്തും. ശരീരത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു അവയവം, ഹൃദയമാണെങ്കിലും ശ്വാസകോശമാണെങ്കിലും വൃക്കയാണെങ്കിലും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഒന്നിൻ്റെ ഒരു രോഗം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവയവത്തിൻ്റെ ഇത് മാത്രം ശരിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ തന്നെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വർക്കാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക, ലക്ഷണം ബേസ് ചെയ്തുകൊണ്ടല്ല, ഹോളിസ്റ്റിക് ഇത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ രോഗലക്ഷണങ്ങളുണ്ട്, എന്താണ് അയാളുടെ പ്രതിസന്ധി എന്ന് നോക്കിയിട്ട് അല്ല നമ്മൾ ചെയ്യുന്നത്. മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എന്നുള്ള രീതിയിലാണ്. കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവയവത്തിന് കേടുവരികയാണെങ്കിൽ സമീപത്തുള്ളതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കണ മറ്റ് അവയവങ്ങൾക്കും കേടുവന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഊർജ്ജപ്രവാഹം ശരീരത്തിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചില ഓർഗൻ വീക്കായി നിൽക്കുന്ന ഒരു. ചക്രാസിനെ പറ്റി പറയാറുണ്ട് യോഗയിൽ നമ്മൾ ചക്രാസ് ഉണ്ട്. വിവിധ ചക്രങ്ങൾ നമ്മൾ പല ഭാഗത്തും ശരീരത്തിൻ്റെ ഭാഗത്ത് അതിനെ അനുബന്ധിച്ച് ഇപ്പോൾ ഉള്ള ഒരു ചക്രം വീക്കായി നിൽക്കുക അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായി നിൽക്കണേ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഓർഗനും തകരാറായി നിൽക്കും. അപ്പോൾ യോഗയിലാവുമ്പോൾ നമുക്ക് വിവിധ പ്രാണായാമം, അതുപോലെ യോഗ എക്സസൈസുകൾ, വിവിധ ആസനങ്ങളൊക്കെ വഴി അതിനെ ചക്രങ്ങളെ മെച്ചപ്പെടുത്തി വരുമ്പോൾ, ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഊർജ്ജ കേന്ദ്രങ്ങളാണ്. പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ഊർജ്ജങ്ങൾ നേരിട്ട് റിസീവ് ചെയ്യുന്നതാണ് ചക്രങ്ങൾ. ആ ചക്രങ്ങൾ ആണ് ഈ ഊർജ്ജം ഷിഫ്റ്റ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിൽ ശരീരത്തിനെ മൊത്തം ചലിപ്പിക്കുന്ന ഒരു ചക്രം ഉണ്ടോ? അങ്ങനെയില്ല. എല്ലാ ചക്രങ്ങളും ഇപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിലനിൽക്കുന്നതാണ്. അതിൽ ഓരോന്നും ഓരോ വ്യത്യസ്ത ഓർഗനെ നിയന്ത്രിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ചക്രം തകരാറിലായി കഴിഞ്ഞാൽ 2-3 നിയർ അത് നിയന്ത്രിക്കുന്ന മറ്റോ. ഇതിപ്പോൾ ഇവിടെ ഇതിൽ കൂടുതലായിട്ട് ഓരോന്നെടുത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പൊതുവേ നമ്മൾ രോഗങ്ങളിലേക്കുള്ള കാരണങ്ങളിലേക്ക് പോകുന്നത് അവിടെ പറയുന്നത് ചക്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ചക്രങ്ങളെ ഏത് ഓർഗനും എന്താ വെച്ചാൽ ചക്രങ്ങൾ നിയന്ത്രിക്കുന്ന ഓർഗനുകൾ ചക്രങ്ങൾ വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഓർഗൻസ് വീക്കായി പോകുന്നു എന്നുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസെപ്റ്റുകൾ അപ്പോൾ കൂടുതൽ നമ്മൾ എനർജറ്റിക്കായി നിൽക്കാൻ വേണ്ടി സറൗണ്ടിങ്സിൽ 2 തരത്തിൽ നമുക്ക് ഇത് കിട്ടും. അതായത് പ്രപഞ്ചത്തിൽ നിന്നാണ്, അതായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക്
കൂടുതൽ എനർജി സംശീകരിക്കാൻ പറ്റുന്നുണ്ട് ചക്രങ്ങൾ വഴി. കൂടാതെ പറയുന്നത് എന്താ വെച്ചാൽ ഇൻട്രാക്ഷൻസ്, മറ്റു മനുഷ്യജീവികൾ, പക്ഷിമൃഗാദികൾ, ഇതിൽ നിന്നൊക്കെ നമ്മൾ എനർജി സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ എന്താ വെച്ചാൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം വഴി മാത്രമാണ് നമുക്ക് എനർജി, അതുവഴി ആരോഗ്യം എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ സോഷ്യൽ ഇൻട്രാക്ഷൻ കൂടുന്തോറുള്ള, അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത്, പുതിയ നിർവചനം പറയുമ്പോൾ സോഷ്യൽ ഹെൽത്താണ്. അപ്പോൾ അതുപോലെ തന്നെ പക്ഷിമൃഗാദികളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക, അവരെ കാണാൻ ശ്രമിക്കുക, അടുത്ത് പോകാനും ശ്രമിക്കുമ്പോൾ ഒരു തരം എനർജി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൻ്റെ എനർജി. പ്രപഞ്ചത്തിൽ പിന്നെ ഇതേപോലെ കടലുകളും മറ്റ് ഭൂപ്രദേശങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടെ നിന്ന്, അപ്പോൾ ഇതൊക്കെ ഈ ചക്രാസ് വഴി നമ്മൾ ശരീരത്തിൽ വരുന്നു. എന്നാൽ ഇതിലൊക്കെ കുറവ്, സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയുക, സോഷ്യലി നമ്മൾ കാര്യങ്ങൾ കാണാതെ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇതുകൾ നഷ്ടപ്പെട്ടു പോകും. നാച്ചുറായിട്ട് ബന്ധപ്പെടുന്നില്ല, നാച്ചർ കാണുന്നില്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചാൽ നാച്ചുറൽ റിസോഴ്സ് ഫുള്ളായി. ഈ ചക്ര ക്ലീനിങ് ഒക്കെ ഈ യോഗയിലാണോ അതോ റൈക്കിയിൽ കേട്ടിട്ടുണ്ട് ഈ ചക്ര ക്ലീനിങ്? ഈ യോഗയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, ചക്രങ്ങൾ പൊതുവെ ഈ എല്ലാ ഈ വക ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചക്ര ക്ലീൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ചത് ഓരോ ചക്രങ്ങളെ ക്ലീൻസ് ചെയ്യാൻ യോഗാസനങ്ങളും മെഡിറ്റേഷനൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്. റക്കിൽ വേറെ രീതിയിൽ പറഞ്ഞൊരു തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ഈ ചക്രാസ് വർക്ക് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നു. ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു പ്രത്യേക ലെവലിൽ എനർജി ലെവലിൽ നിൽക്കുന്നുണ്ടോ, വീക്കായിരുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കിടപ്പിലായ ആളുകൾക്കാകുമ്പോൾ ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നു, മെഡിറ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. മറ്റേതാകുമ്പോൾ ആസനങ്ങൾ പറയുന്നുണ്ട്, ഓരോ ആസനങ്ങളും വ്യത്യസ്തമായി ചക്രങ്ങളെ ആ പ്രദേശത്ത് നമ്മൾ ചെയ്യുന്ന ആസനം വർക്കൗട്ട് ആവുന്ന സ്ഥലത്തുള്ള ചക്രങ്ങളെ അത് പ്രചോദിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. ചക്ര ക്ലീൻസിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധസ്ഥിതാവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള കണക്കിൽ. അപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ആരോഗ്യശാസ്ത്രങ്ങളും ചക്രങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരസ്പരം ഈ ചക്രയെ ബേസ് ചെയ്ത് പോകുന്നു മാത്രം, വ്യത്യസ്തമായ കൺസെപ്റ്റാണ്. എന്തായാലും എനർജി എന്ന് പറയുന്ന തകരാറ് വരുന്നതുകൊണ്ട് രോഗങ്ങൾ വരുന്നു എന്നാണ് യോഗയൊക്കെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ്. പിന്നെ അതിൽ നമ്മൾക്ക് ആരോഗ്യത്തിനെ പറ്റി പറയുമ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്വയം തിരിച്ചറിയേണ്ട ഒരു ഉത്തരവാദിത്വം അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പോകണമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ചെറിയ ഒരു ഐറ്റം നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഏതൊക്കെ പാർട്സ് കേടായി എന്നുള്ളത് അത് ക്ലിയർ ചെയ്ത് പുതിയ പാർട്ട് വയ്ക്കാൻ, അല്ലെങ്കിൽ പുതിയ കോയിൽ സാധനങ്ങൾ വയറൊക്കെ വെച്ചത് ശരിയാക്കി എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് എന്താണ് അതിനൊരു കാരണം എന്ന് അന്വേഷിക്കുന്നില്ല. അപ്പോൾ അത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് ഒരു ചികിത്സകൻ്റെ ഉത്തരവാദിത്തമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഉപകരണങ്ങൾ വന്നാലേ നമുക്കത് രോഗം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളതല്ല. ഇപ്പോൾ ഉദാഹരണം BP പറയുകയാണെങ്കിൽ നമ്മൾ പറയും BP കഴുത്തുവേദന വരും, പുറം വേദന, തലവേദന, അതുപോലെ ഓക്കാനം പോലുള്ള ലക്ഷണങ്ങൾ, അതിൻ്റെ ഒരു വാണിംഗ് സൈൻസ് ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയുമ്പോൾ നമുക്ക് പ്രഷർ കൂടി എന്നുള്ള മെഷീനില്ലാണ്ട് തിരിച്ചറിയാം. മെഷീൻ ഉണ്ടാകുന്ന നോക്കി അതിൻ്റെ അളവുകോലുകൾ അറിയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങളിൽ നിന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ചിലർക്ക് റെസ്റ്റ് ഇല്ലാതിരിക്കുകയായിരിക്കും കാരണം, ചിലർ ഉറക്കം തകരാറായി, ചിലപ്പോൾ ഓവർ ഫുഡായിരിക്കും, ചിലപ്പോൾ എക്സസൈസ്. ഈ റീസൺ നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അത് കണ്ടുപിടിക്കൽ നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പോയിട്ട് ഇതിൻ്റെ ടെസ്റ്റുകളോ മറ്റു കാര്യങ്ങൾ ചെയ്യണേക്കാട്ടിലും വ്യക്തമായ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തം, സെൽഫ് ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ടാണ് നമുക്ക് ഇതാക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ ഹെൽത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് മെൻ്റൽ ഹെൽത്ത്. നമ്മൾ പരിഗണിക്കാതിരിക്കുന്നത് ഇപ്പോൾ ഏത് രോഗാവസ്ഥയിലും അയാളുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള റിലേഷൻസ്, ഫ്രണ്ട്സ് സർക്കിളിലുള്ളത്, ബന്ധങ്ങളിലുള്ളത്, അവരൊന്നായിട്ടും ഇൻട്രാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഓൾറെഡി അയാൾ ഹെൽത്തി അല്ലാത്ത സ്ഥിതിയിലേക്ക് വരുന്നതാണ്. ഫിസിക്കൽ ആയിട്ടുള്ള രോഗങ്ങളെ പറ്റി മാത്രമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് ഇതിന് പൂർണ്ണത, നമ്മൾക്കിപ്പോൾ ഏത് രോഗത്തിന് ചികിത്സിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണത വരാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് ഈ 4 വശങ്ങളും കറക്റ്റ് ചെയ്ത് വരേണ്ട ഒരു ആവശ്യമാണ് ഹോളിസ്റ്റിക് ഹെൽത്ത് അപ്രോച്ച് എന്ന് പറഞ്ഞത്. യോഗയായിട്ട് നിലനിന്ന് മുമ്പുണ്ടായിരുന്നതൊന്നും അതിൻ്റെ ശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലെ മെത്തേഡുകൾ പല രീതിയിൽ നമുക്ക് ഭക്തിയോ മറ്റു കാര്യങ്ങളോ വെച്ചിട്ട് അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കേണ്ടത്. വിവിധ തരം മെഡിറ്റേഷനുകളുണ്ട്. യോഗയുടെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായിട്ട് മെഡിറ്റേഷൻ നിൽക്കുന്നുണ്ട്. അതിൽ കുറേ സയൻറ്റിഫിക്കായിട്ട് അംഗീകരിച്ചതായിട്ടുള്ള ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്സ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളത് മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ എന്താ വെച്ചാൽ ഇതേപോലെ രോഗങ്ങളെ കൂടി വന്ന കാലഘട്ടത്തിൽ
പിന്നെ മാനസികമായി ഏകാഗ്രത നഷ്ടപ്പെട്ട കാര്യത്തിൽ കൂടുതലധികം നമ്മൾ ഡിസ്റ്റർബൻസ് പ്രശ്നങ്ങളൊക്കെ നിരവധി വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ തിരിച്ചു വന്നു. പക്ഷേ കുറേയധികം സയൻറ്റിഫിക് രീതികൾ യോഗയിൽ ഓൾറെഡി പറയുന്നുണ്ട്. വിവിധ സയൻറ്റിഫിക് അല്ലാത്തതും നമുക്കിപ്പോൾ ചേർത്തിട്ട് അവനവൻ്റെ ധാരണയൊക്കെ ചേർത്ത് പുതിയ മെഡിറ്റേഷൻ രീതികൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് എത്രമാത്രം സയൻറ്റിഫിക് ആണെന്ന് അറിയണമെങ്കിൽ അത്രമാത്രം സ്റ്റഡീഡ് ആയ ആളുകൾക്ക് അത് അൺസയൻറ്റിഫിക് ആണോ അല്ലേ എന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കോഴ്സുകൾ വരുമ്പോൾ അത് സയൻറ്റിഫിക് ആണോ അല്ലേ എന്നുള്ളത് അറിയാതെ ചെറിയ കോഴ്സൊക്കെ വെച്ചിട്ട് ചെറിയ ഫീസ് വെച്ച് ആളുകൾ ചേരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ യോഗ ഇൻസ്ട്രക്ടേഴ്സിന് അത് ഒരു പരിധിവരെ അത് മെഡിറ്റേഷൻ യൂസ്ഫുൾ ആണോ എന്ന് നോക്കിയിട്ട് സ്റ്റഡി ചെയ്ത് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളുടെ ഒരു ഇതിൽ ഗൈഡൻസിൽ ചെയ്യാണ് നല്ലത്. യോഗ പഠിച്ചതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ തൊഴിൽ സാധ്യതകൾ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നൊരു സംഭവമാണല്ലോ യോഗ. അപ്പോൾ ഈ യോഗ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച ഒരു പുതിയ തലമുറയിലെ ആളുകൾക്ക് അവരുടെ സാധ്യതകൾ എത്രമാത്രം ഉണ്ട്? യോഗ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഈ അടുത്ത കാലഘട്ടത്തിൽ കൂടുതൽ സ്കോപ്പ് വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഡിഗ്രി കോഴ്സുകളും വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ആധികാരികമായൊരു പഠനം ഉള്ള സ്ഥലത്ത് നമ്മൾ ചേർന്ന് പഠിക്കുന്നതല്ലേ. ഫിസിക്കൽ എക്സസൈസ് മാത്രം പഠിക്കുമ്പോൾ അതിൻ്റെ ഫിലോസഫി പ്രിൻസിപ്പിളൊന്നും കവർ ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് യൂണിവേഴ്സിറ്റി കോഴ്സുകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ യോഗ സർട്ടിഫിക്കേഷൻ ബോർഡ് ഓൾ ഇന്ത്യ ലെവലുണ്ട്, അതിൻ്റെയൊക്കെ അപ്രൂവ്ഡ് കോഴ്സുകൾക്ക് ഒരു സിലബസ് അവർ വെച്ചിട്ടുണ്ട്. അതുപ്രകാരം പാസ്സായി വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഹെൽത്ത് സെൻ്ററുകളിലും പഞ്ചായത്തിലെ യോഗ വെൽനസ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് എല്ലാ പഞ്ചായത്തിലും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ CBSE സ്റ്റേറ്റ് സ്കൂളുകളിൽ ഇപ്പോൾ യോഗ CBSE സ്കൂളുകളിൽ യോഗ ഇൻസ്ട്രക്ടേഴ്സിനെ നിർബന്ധമായി വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം സെൻട്രൽ സ്കൂളുകളിലും വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ ആയുർവേദ ഹോസ്പിറ്റലുകൾ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഒരാളെ നിർബന്ധം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സാധ്യതകൾ കുറേയധികം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഇവർക്ക് രോഗങ്ങളനുസരിച്ച് അതിന് ചേർന്ന് വരുന്ന യോഗ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള യോഗ ട്രെയിനിങ്ങുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കും. പ്രൈവറ്റ് യോഗ സെൻ്ററുകളും ധാരാളം വന്നിരിക്കുന്നതുകൊണ്ട് നല്ലോണം ഒരുപാട് തൊഴിൽ സാധ്യതകൾ അതിൽ വരുന്നുണ്ട്, ഓൾറെഡി ഉണ്ട്. യോഗ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫിസിക്കൽ മെൻ്റൽ രണ്ടും സ്ട്രെങ്ത് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണല്ലേ. ഒരേ സമയം ഫിസിക്കലി ഒരേ സമയം മെൻ്റലിയാണ്. അതന്നെ വെച്ചാൽ മറ്റ് എക്സസൈസുകൾ എന്ന് വെച്ചാൽ ഫിസിക്കലി ഇത് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ജിമ്മ് പോലെയുള്ള മറ്റ് എക്സസൈസുകൾ സാധാരണ ഫിസിക്കൽ ഇതിന് മാത്രമേ ഗുണം ചെയ്യുന്നുള്ളൂ. പക്ഷേ യോഗ ചെയ്യുന്ന ആളുകൾക്ക് മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര അധികം നല്ലൊരു പ്രാധാന്യം അതിൽ കൊടുക്കുന്നതുകൊണ്ട് മെൻ്റൽ ഹെൽത്ത് പൊതുവെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഡയബറ്റീസ് പോലെയുള്ള രോഗങ്ങളിലും ഒക്കെ നമുക്ക് അയാളുടെ ഇമോഷണൽ അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റാറ്റസ് വർദ്ധിച്ചാൽ മാത്രമേ അയാൾ രോഗത്തിൽ നിന്ന് കവർ ചെയ്ത് വരുന്നുള്ളതുകൊണ്ട് അത് പ്രധാനപ്പെട്ട ഒരു ഘടകം. മെഡിസിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എക്സസൈസ് അതിൽ ഡയബറ്റിക്കിൽ പ്രത്യേകിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് രണ്ടും കൂടി ഫിസിക്കൽ പ്ലസ് മെൻ്റൽ നോക്കുമ്പോൾ യോഗ അത് പ്രയോറിറ്റി കിട്ടും. യോഗ സെൻ്ററുകളും അതുപോലെ തന്നെ ഈ അംഗീകൃത സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ കൂടുതൽ ആളുകൾ പുറത്ത് വിദേശത്തേക്ക് പോകാനായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ വിദേശത്തുള്ള ആളുകൾക്ക് നമ്മുടെ ഈ യോഗ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അത് അവർ ഇൻട്രസ്റ്റ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നോക്കുന്നുണ്ടോ? അതായത് ഒരു പുതിയൊരു എന്താ പറയില്ലേ, ഒരു ശാസ്ത്രത്തിൽ ഒരു സംഭവം പഠിക്കുക എന്നുള്ള ട്രെൻഡിങ് ആണ് ഇപ്പോഴത്തെ ആളുകൾ. പഠിച്ച് പലരും പറഞ്ഞു കേട്ടു. ഞാൻ ഈ അടുത്ത ഒരു ആൾ പറഞ്ഞു ഞാനിത് യോഗ പഠിച്ച് വിദേശത്ത് ജർമ്മനിയിലേക്ക് ജോലിക്ക് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എങ്ങനെയാണ് ആളുകൾക്ക് അവരിത് പുതിയൊരു അറിവ് പുതിയൊരു നോളജാണ്. അത് കാരണം അത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം എന്നാണ് പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞത്. അതായത് രാവിലെ എഴുന്നേറ്റ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും യോഗ അതിൻ്റെ പ്രാരംഭം, അതായത് നമ്മൾ ഭക്ഷണം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ദിനചര്യയാക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക്. അപ്പം അങ്ങനെ ഒരു രീതി വിദേശ രാജ്യങ്ങളിൽ തുടർന്ന് വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ആ സാധ്യതകളൊക്കെ? അല്ല, യോഗ ഓൾറെഡി ഒരു ജീവിത രീതിയായിട്ടാണ് നമ്മൾ പറയണത്. യോഗ വേ ഓഫ് ലിവിങ് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് യോഗ ഒരു ജീവിതമാർഗം അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻ ആക്കണം എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ പഠിച്ചു വന്ന ആളുകൾക്ക് ഈ യോഗ രീതികൾ മറ്റു സ്ഥലങ്ങളിൽ തൊഴിലിന് പോകുമ്പോൾ ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പറയുന്നു ഈ യോഗ സെൻറ്റർ യോഗ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിനിക്കുകളുടെ കൂടി ഭാഗമായി എന്ന് പറയുന്നത്. അടുത്ത കാലത്ത് ഒരു പ്രഭാഷണത്തിൽ കേട്ടത് അമേരിക്ക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ഉള്ള നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ഒപ്പം ഒരു യോഗ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവർക്ക് യോഗ കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടുത്തെ ആളുകൾക്ക് പഠിച്ച് പാസ്സായി ഇപ്പോൾ പോകുന്നുണ്ട്.
യോഗ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ വിദേശത്ത് തൊഴിൽ സാധ്യതകൾ വരും. ഈ യോഗ ഒക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒറിജിൻ ഇന്ത്യൻ രൂപമാണോ? ഒറിജിൻ ഇന്ത്യൻ കൺസെപ്റ്റ് ആയതുകൊണ്ട് ഭാരതത്തിന്റെ ഒരു ഇതായിട്ട് നമ്മൾ യോഗ കരുതപ്പെടുകയും അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ യോഗ ഡേയിലൊക്കെ പ്രധാനപ്പെട്ട റോള്. എന്നാൽ യോഗ ഡേയുമായി ബന്ധപ്പെട്ട് മറ്റു രാഷ്ട്രങ്ങളൊക്കെ താല്പര്യപ്പെട്ട് വരികയും ഈ പാഠ്യപദ്ധതിയൊക്കെ പഠിച്ച് അവരവിടെ അവരുടെ ഒരു മെത്തേഡായിട്ട് അവർ അംഗീകരിക്കുകയും അവർ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മളവിടുത്തെ ആൾക്കാർക്ക് തൊഴിലവസരങ്ങളും വരുന്നുണ്ട്. അപ്പോൾ യോഗ അവിടെ ഒരു നമ്മളിവിടെ വേ ഓഫ് ലിവിങ് ആയിട്ടാണ് ചെയ്യേണ്ടത്, അതല്ലാണ്ട് രോഗങ്ങൾ വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ പ്രിവെൻറ്റീവ് മെത്തേഡും കൂടിയാണ്. യോഗ മെത്തേഡ് ചെയ്യുന്ന ആളുകൾക്ക് രോഗങ്ങൾ വരാനുള്ള ചാൻസ് കുറയും, രോഗങ്ങളെ നേരിടാനുള്ള രീതികളുമുണ്ട്. അപ്പോൾ അവരെന്താ വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവാണ്, കൂടുതൽ ചിലവില്ലാത്ത ആയതുകൊണ്ടും ഇതൊരു വേ ഓഫ് ലിവിങ്ങും ഡിഫറൻ്റ് ആയതുകൊണ്ട് അവരിവിടെ വന്ന് പഠിക്കുകയും ഇവിടുത്തെ ആൾക്കാർ അവിടെ പോയി തൊഴിൽ നേടുകയും ചെയ്യുന്നുണ്ട്. ആളുകൾ പഠിക്കാൻ വേണ്ടി ഇവിടേക്ക് നമ്മുടെ അവിടേക്കും വരുന്നുണ്ട്. നമ്മുടെ അവിടുത്തെ ആൾക്കാർക്ക് അവിടെ തൊഴിലവസരം ധാരാളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ യോഗയിൽ കൂടുതൽ ഈ സൂര്യ നമസ്കാരം പോലെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ പറഞ്ഞു അത് സൂര്യനെ ആരാധിക്കുന്നതാണ്. ഇത്തരം ഇതൊക്കെ പറ്റുക ആളുകൾക്ക് ഈ കൾച്ചറലി അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതിനെ പറ്റി? അല്ല, അതിൽ എന്താ വെച്ചാൽ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും നാച്ചുറൽ ഫോഴ്സുകളൊക്കെ ഉള്ളത് എല്ലാവരുടെയും സ്വന്തമാണ്. അതായത് സൂര്യനേക്കാൾ വലിയൊരു എനർജി സോഴ്സ് നമുക്ക് കണ്ടെത്താനും പറ്റില്ല. അപ്പോൾ അത് സൂര്യ ഭഗവാൻ എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ രീതിയിലുള്ള മതപരമായ സങ്കല്പം തെറ്റിദ്ധരിച്ചിട്ട് ആ വഴിക്ക് ഇതിനെ ഇത് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കുറേ അധികം. എന്നാലും വൈഡലി അക്സെപ്റ്റബിൾ ആയി പോവുകയും ചെയ്തു. അപ്പോൾ സൂര്യൻ ഇത്രയും വലിയ എനർജി സോഴ്സായി നിൽക്കുമ്പോൾ അത് അദ്ദേഹത്തെ ആരാധിച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക്, അദ്ദേഹത്തെ നമ്മൾ പ്രൈസ് ചെയ്യാൻ ആരാധിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് തുടങ്ങാൻ കടക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് അത്. സൂര്യ നമസ്കാരം വരുമ്പോഴും ആ രീതിയാണ് നമ്മൾ ആ എനർജി സ്വീകരിക്കുന്നു, ആളെ വധിക്കുന്നു, പ്രകീർത്തിക്കുന്നു, ആ അർത്ഥത്തിലാണ്. പിന്നെയാണ് നമ്മൾ അതിൻ്റെ ഒപ്പമാണ് നമ്മൾ ആസനങ്ങളിലേക്ക് പോകണം. ഏകദൈവ വിശ്വാസികളെ ചില ഞാൻ മതത്തിന്റെ പറയുന്നില്ല, അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പല രാജ്യങ്ങളിലുള്ള അത് അവർ അംഗീകരിക്കുന്നില്ല. സൂര്യനെ ആരാധിക്കേണ്ട ഒരു ഏകദൈവ ആരാധകരാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഈ നല്ലൊരു വശത്തെ പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും അത്. തീർച്ചയായിട്ടും അത് വെച്ചാൽ പ്രകൃതി ശക്തികൾക്ക് എന്തായാലും എല്ലാത്തിനും ഇത് പ്രകൃതി ശക്തികൾ നിൽക്കുമല്ലോ. ദൈവത്തിനെ സംബന്ധിച്ചുള്ളതല്ല, പ്രകൃതി ശക്തികൾ ഒരു എന്താ പറയുക സൂപ്പർ പവേഴ്സാണ് അത് ഓൾറെഡി നിലനിൽക്കുന്നത്. അതിപ്പോൾ ഒരു ദൈവം നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ അംഗീകരിക്കാതിരിക്കണമെന്ന് പ്രശ്നം വരുന്നില്ല. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വൈഡായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുക. ഇപ്പം അത് മാറിപ്പോയി കാണും. കാരണം വ്യത്യസ്ത ലോകരാഷ്ട്രങ്ങളൊക്കെ പല രീതിയിലുള്ള മതവിശ്വാസമുള്ള ആളുകൾ ഇതിന് ഇത്ര അധികം ഇന്ത്യയെക്കാട്ടിലധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ആധുനിക ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റ് യോഗയുടെയൊക്കെയാണെന്ന് പറഞ്ഞ് കേൾക്കണത്. ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടർ ഈ അടുത്ത കാലത്ത് പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ ഉള്ള സ്ഥലങ്ങളിലെ ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റ് യോഗയായിരിക്കും, മെഡിറ്റേഷൻ. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് ഇതിലേക്ക് കിടക്കുക. അപ്പോൾ അവരൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞു. ഇന്ത്യയിലും ഇപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഉള്ള പ്രശ്നങ്ങളില്ല എന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ കുറച്ച് ഇതുകളുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാ വിഭാഗവും അത് സൂര്യനായാലും നമ്മളെ നാച്ചുറൽ പവേഴ്സിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ എനർജി സോഴ്സ് ഇല്ലാതെ എനർജി പോയിന്റുകളാണ് നമ്മൾ ബോഡി എനർജി പോയിന്റാണ് റിസീവ് ചെയ്യണ വലിയൊരു മീഡിയ ആയിട്ട് നിൽക്കണമെങ്കിൽ എനർജി സോഴ്സ് നിരാകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇതില്ലല്ലോ മറ്റ്. അപ്പം അതുകൊണ്ട് ഇത് മതവിശ്വാസങ്ങളൊന്നും ഇപ്പോൾ വലിയ കാര്യമായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ആരും നിൽക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ ഇവിടത്തെക്കാട്ടിലും കൂടുതൽ എന്താ പറയുക പ്രത്യേകിച്ച് അങ്ങനെ മതവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണ മറ്റു രാജ്യങ്ങളൊക്കെ അത് അംഗീകരിച്ച് അവരിതിനെ അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ. യോഗയിൽ ഇപ്പോൾ അപ്ഡേഷൻ വരെ നടക്കുന്നുണ്ട് പുതിയതായിട്ട്. പിന്നെ ഒരുപാട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഉദാഹരണം വലിയ വ്യാസ പോലെയുള്ള ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണ കേന്ദ്രങ്ങളും അതിൻ്റെ ഒരുപാട് ഗവേഷണം. ഇപ്പോൾ എല്ലാ രോഗങ്ങൾക്കും മൾട്ടിപ്പിൾ ആയിട്ടുള്ള യോഗ തെറാപ്പി വന്നപ്പോൾ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടും നിരന്തരം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയും മാറി കഴിഞ്ഞു. ധാരാളം റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ യോഗ സെൻറ്ററിനേക്കാളും കൂടുതൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫിസിയോതെറാപ്പി സെൻറ്ററുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് പേർക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം ഫിസിയോതെറാപ്പി സെൻറ്ററുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫിസിയോ മെഷീൻ ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവർ ആർട്ടിഫിഷ്യലായിട്ടുള്ള എനർജി കൊടുത്ത് കൈ നിവർത്തുക, അവരെ നടക്കാൻ ഇതാക്കുക. യോഗ എത്രമാത്രം ഇതിന് പ്രാബല്യത്തിലായി കഴിഞ്ഞു? യോഗയെ എത്രമാത്രം ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും ഫിസിയോതെറാപ്പി? അല്ല, അതിൽ ഫിസിയോതെറാപ്പിയിൽ നേരത്തെ എന്താ വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ യോഗ വേ ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ ദിവസേന നമ്മൾ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് 1 മണിക്കൂർ ആസനങ്ങൾ മെഡിറ്റേഷൻ
പ്രാണായാമമൊക്കെ സ്വയം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഇതിൽ വരുന്നത്. യോഗയെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പിന്നെ അയാൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. ഫിസിയോതെറാപ്പി അതല്ല, ഓൾറെഡി സപ്പോർട്ടഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും ഹെൽത്ത് നേരത്തെ പറഞ്ഞ മാതിരി പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറത്ത് ഒരാൾ ചെയ്തു തരുന്നതാണ് നല്ലത്, ഒരു സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ ഇവിടെ നമ്മൾ കിടന്നു കൊടുത്ത കൈകാല് പൊക്കുന്നതും മടക്കും ഫിസിയോതെറാപ്പിനെ ഇതായിട്ട് കാണുന്നില്ല, അവിടെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മെത്തേഡുകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരാളും കൂടി ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് എങ്ങനെ നോക്കിയാലും ആ രീതിയിലുള്ള പ്രചാരം ഫിസിയോതെറാപ്പിക്ക് വരുന്നുണ്ട്. യോഗയ്ക്ക് അതല്ല, സെൽഫ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് റിസൾട്ടും കൂടുതൽ സെൽഫ് ഓറിയൻറ്റഡ് ആയാൽ ചെയ്യാൻ ശ്രമിക്കുന്ന കാരണം റിസൾട്ടും വിൽ പവറും ഒക്കെ കൂടുതൽ ഇതിൽ വരുന്നുണ്ട്. യോഗ സെൻ്ററുകൾ ധാരാളം ഇതായിട്ട് വരുന്നുണ്ട്. ഫിസിയോതെറാപ്പിക്ക് ഇങ്ങനെ ഒരു ഇതുകൊണ്ട് ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു സെക്കൻഡ് ഹെൽപ്പില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നും, അല്ലെങ്കിൽ സെക്കൻഡ് ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഉപകരണങ്ങളുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ കുറേ പേർക്കുണ്ട്. അപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി രീതിയിലുള്ള ഉപകരണങ്ങളും സെൻറ്ററുകളാണ് ഹെൽത്തിന് പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. യോഗയ്ക്ക് അതല്ല, സ്വയം തന്നെ സന്നദ്ധനയാൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്ന ആളുകൾക്ക് ഇതൊക്കെ ആചരിക്കാൻ പറ്റുള്ളൂ. അത് ആ വിൽ പവർ നഷ്ടപ്പെടുന്നതോടുകൂടി, അതുകൊണ്ടാണ് യോഗ കോഴ്സ് കഴിഞ്ഞ പല ആളുകളും അത് കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാവണില്ല. ഫിസിയോതെറാപ്പി ആകുമ്പോൾ വെച്ചാൽ റെഗുലർ എക്സസൈസിന് ആരും ഫിസിയോതെറാപ്പിസ്റ്റിനെ ചെയ്യാറില്ല. രോഗങ്ങൾ വരുമ്പോൾ ഒരു വർഷങ്ങളോളം അത് കണ്ടിന്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ യോഗയിൽ ഏകദേശം ഫിസിയോതെറാപ്പിയിലെ ബേസ് ചെയ്ത് യോഗയുടെ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് കുറേ അധികം ഫിസിയോതെറാപ്പിയുടെ സിമിലറായി തോന്നും. അപ്പോൾ ഇത് കുറച്ചും കൂടിയും എഫക്റ്റീവായിട്ട് വരും. പക്ഷേ അതിൽ ഉൾക്കൊണ്ട് ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മടി, അതിൽ ഒരു താല്പര്യക്കുറവ് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ സെൻറ്ററുകൾ കൂടുതൽ. പിന്നെ രോഗാവസ്ഥയിലേക്ക് വന്നിട്ടാണ് മിക്കതും നമ്മുടെ ആരോഗ്യ സംരക്ഷണം മിക്കതും തുടങ്ങുന്നത് രോഗാവസ്ഥയിലേക്ക് എത്തി കുറച്ചും കൂടി മൂർധന്യം ആ സമയത്ത് ഫിസിയോതെറാപ്പിയെ പ്രയോജനപ്പെടുന്നുള്ളൂ. യോഗ തെറാപ്പി പറ്റും, പക്ഷേ അയാൾക്ക് കുറേ കൂടിയും ബുദ്ധിമുട്ടായിരിക്കും, കുറേ റെസ്ട്രിക്ഷൻ വരും, കുറേ യോഗകൾ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം BP പോലുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പിലേക്ക് ബെൻഡ് ചെയ്യണത്, മുമ്പിലേക്ക് താഴത്തേക്ക് നമ്മൾ ബെൻഡ് ചെയ്യുന്ന എക്സസൈസുകൾ, തല താഴത്തേക്ക് വരുന്ന എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരും. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരുന്ന റുട്ടീൻ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ BP നമുക്ക് കൺട്രോളബിൾ ആവുകയും ചെയ്യും, അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ രോഗാവസ്ഥയിലേക്ക് വരുമ്പോൾ ഫിസിയോതെറാപ്പിയാണ് പ്രധാനപ്പെട്ട മാർഗം എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ പോയിന്റുകൾ കൂടുതൽ വർദ്ധിച്ചു വരുന്നു എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ യോഗ ജീവിതത്തിന്റെ സന്തത സഹചാരിയാണ്. വളരെ എത്ര വയസ്സ് തൊട്ട് ശരിക്കും യോഗ അഭ്യസിക്കാം? അത് നമ്മൾ കുട്ടികൾക്ക് തൊട്ട് നേരെ 5 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള പിള്ളേർക്ക് തൊട്ട് ചെറിയ തോതിൽ അവരെ പിള്ളേരെ നിർബന്ധിച്ച് അങ്ങനെ ആസനങ്ങൾ ചെയ്യിപ്പിക്കണമെന്നില്ല, അവർ കണ്ടുപഠിക്കുന്ന രീതിയിൽ അവർ ഫോളോ അപ്പ് ചെയ്യാന്ന് പറയുന്നത്. യോഗ ചെയ്യുന്നവൻ യോഗി എന്നാണ് പറയാ അല്ലേ? അതന്നെ. അതായത് നമ്മൾ യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ കൺസെപ്റ്റുകൾ നമ്മൾ ഗുണങ്ങളും അവരുടെ അത് വർദ്ധിച്ചു വരുന്ന രീതിയിലേക്ക് നമ്മൾ ഇതിലൂടെ പോയിക്കൊണ്ടിരുന്നു, ഇതിൻ്റെ വഴികളിലൂടെ പോയി വരുമ്പോൾ യോഗിയായിട്ട് ആദ്യം തന്നെ യോഗ ചെയ്യുന്ന ആളെ യോഗിയിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തണ ഒരു ഇതിലേക്ക് എത്തിപ്പെടും. ശരിക്കും യോഗയിൽ ഏറെക്കാലം നിലനിന്ന് പോകുന്ന ആളുകൾ പലപ്പോഴും ഒരു ആത്മീയ പ്രചാരകരാക്കി മാറുന്ന ആ ഒരു ആത്മീയ പരിവേഷം ഇത്തരം യോഗ ഗുരുക്കന്മാർക്കൊക്കെ കാണാറുണ്ട്. അത് ഇതിൻ്റെ ഒരു ഇതാണ്. അതായത് നമ്മൾ പറയുന്ന ഈ യോഗയിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഒരു തേടൈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ യോഗയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അത്തരം ചിന്തകളോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്സിന് അവർക്ക് കാഴ്ചകൾ കാണാനുള്ള ഒരു കഴിവോ അതൊക്കെ യോഗയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അതിൽ നമ്മൾ പറയുന്നതിൽ സ്പിരിച്വൽ ഹെൽത്ത് അതേപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നു, സോഷ്യൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ, ഈ 4 ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതകൾ ഇതിൽ ഓൾറെഡി വരുന്നു. അപ്പോൾ വെച്ചാൽ വൈഡറായിട്ട് നമ്മുടെ മൈൻഡിന് ഓപ്പൺനെസ് വരുന്നതോടുകൂടി എല്ലാം വൈഡായിട്ട് കാണാനുള്ള സാധ്യതകൾ വരികയാണ്. അപ്പോൾ അതന്നെയുള്ള സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ കുറേ കൂടി വൈഡായിട്ട് കാര്യങ്ങൾ കാണുക, സ്വയം നമ്മളെ തിരിച്ചറിയുക, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പരിമിതികൾ നമുക്കുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ദോഷമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ചിന്തകളിൽ കാര്യമായൊരു മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ വെച്ചാൽ കൂടുതൽ വൈഡർ ആക്സെപ്റ്റബിലിറ്റി പോകുമ്പോൾ നമുക്ക് ആൾക്കാരെ കൂടുതൽ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ആ രീതി വരുമ്പോൾ സ്പിരിച്വൽ ഇതിലേക്ക് പോകും. പിന്നെ അതിൽ ഭക്തി നമ്മൾ പല രീതിയിൽ ഭക്തി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പേരുകൾ പല രീതിയിലുള്ള പേരുകളൊക്കെ ചേർത്തിട്ട് അതിനെ കൊണ്ടുവരാനുള്ള അങ്ങനെ യോഗ എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിദത്തമായ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ എന്താ പറയുക പരമാത്മാവിലേക്കുള്ള ഇത്, അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയിലേക്ക് അന്വേഷിക്കുന്നതിനേക്കാളും നമുക്ക് എന്തെങ്കിലും ദൈവങ്ങളെ ചേർത്ത് പറയാനാണ് താല്പര്യം. അത് ഭക്തിയുടെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്ന കാരണം ഭക്തി അതിൽ ചേർത്ത് വെച്ചുകൊണ്ട് പോകണം. ഇപ്പോൾ സൂര്യൻ ഒരു ഫോഴ്സാന്ന് പറയാൻ നമുക്ക് താല്പര്യമില്ല, അതിന് പകരം വേറെ ഏതെങ്കിലും
ദൈവങ്ങളെയും കൂടി ചേർത്തിട്ട് പറയുകയാണെങ്കിൽ അത് സൂര്യഭഗവാൻ അല്ലെങ്കിൽ സൂര്യഭഗവാൻ എന്ന് പറഞ്ഞാലും അതല്ലാണ്ട് എന്തെങ്കിലും ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോയിന്റിൽ വയ്ക്കുമ്പോൾ, പക്ഷേ യോഗ പറയുന്ന എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് അതല്ല, പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയിലേക്ക് ഉള്ള ഒരു അന്വേഷണം, അതിലേക്ക് അതിൻ്റെ ശക്തിയും അതിൻ്റെ കണ്ടെത്തലും നമ്മളതായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കലും അങ്ങനെയുള്ള ഒരു അന്വേഷണമാണ്. ഭക്തി അതിൽ മിക്സിങ് അത്ര പറയുന്നില്ലെങ്കിലും പക്ഷെ അത് കാലഘട്ടത്തിനനുസരിച്ച് ഇതിലൊക്കെ ചേർന്ന് വരും. യോഗയെ പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനും അറിയാനും ഉണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.